ഹലോ ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗസ് ദ സെലിബ്രിറ്റി ചലഞ്ച് ആണ്. ഗസ് ദ സെലിബ്രിറ്റി ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫിലിം സ്റ്റാർസിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കാണും, എന്നിട്ട് അത് ഏത് ഫിലിം സ്റ്റാറിന്റെ ആണെന്ന് നമ്മൾ ഗസ് ചെയ്തിട്ട് പറയണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫിലിം സ്റ്റാർസ് ഒക്കെ ഉണ്ടാവും, അവരുടെ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇമേജ്. ഇതാരാ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നിവിൻ പോളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിവിൻ പോളി. യെസ്, ഇറ്റ്സ് നിവിൻ പോളി. ഇതാരാ? ഓ മാൻ, ഇതാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. യെസ്, ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെ പോലെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം. ഇത് ഏത് നടനാണ്? കുഞ്ചാക്കോ ബോബനാണോ? നോക്കട്ടെ. മച്ചാൻ, യെസ്, ഇത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. എൻ്റെ അമ്മോ, ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. ഇത് ആർക്കെങ്കിലും കറക്റ്റായിട്ട് കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ഇത് മമ്മൂക്ക. യെസ്, കറക്റ്റ് ആൻസർ. ഇത് കൊള്ളാല സാധനം. ഇത് ദുൽഖർ സൽമാൻ ആണെന്ന് തോന്നുന്നു. ആണെന്നല്ല, ഇത് ദുൽഖർ സൽമാൻ തന്നെയാണ്. യെസ്, ഇപ്പം 4 എണ്ണത്തിൽ നമുക്ക് 3 എണ്ണം കിട്ടി. ലാലേട്ടനെ മാത്രം നമുക്ക് മനസ്സിലായില്ല. ഇത് നമ്മുടെ കാളിദാസൻ, ഈ പഴയ പടത്തിലുണ്ടല്ലോ. കറക്റ്റ്. നെക്സ്റ്റ് ഫോട്ടോയാണിത്. ഇതാരടാ? ഈ ഒരു ഹെയർ സ്റ്റൈലും നമുക്കൊരു കണ്ണ് മാത്രം. ഇതേത് നടനാണ്? ഇതേ നടൻ്റെ തന്നെ. ഇതേ നടൻ്റെ വേറൊരു ഫോട്ടോ ഉണ്ട്, നോക്കട്ടെ. ഓഹോ മാൻ, ഇതാരാന്ന് മനസ്സിലായില്ലേ? ഇത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം തളപതി വിജയ് അണ്ണനാണ്. യെസ്. നെക്സ്റ്റ് ഫോട്ടോ ഒരു റൗണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി, ഒരു വയലറ്റ് ബനിയൻ ഇട്ട കുട്ടി. കുട്ടിയുടെ പുറകിൽ മമ്മൂക്ക ഉണ്ട്. മുമ്പിൽ നിൽക്കുന്ന കുട്ടി ആരാന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മുടെ ഫഹദ് ഫാസിൽ. കണ്ടാൽ തന്നെ മനസ്സിലാവും. യെസ്. യോ ഗായ്സ്, ഇത് നമ്മുടെ പൃഥ്വിരാജ്. യെസ് ഗൈസ്, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർ ചെറുപ്പത്തിലൊന്നും വലിയ ഗ്ലാമർ താരങ്ങളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഭാവിയിൽ വെക്കാം. ഇതാരാ? വിജയ് സേതുപതിയാണോ? എൻ്റെ അമ്മോ, ഹോ മാൻ, തലവിയായിരുന്നു. യെസ്, എന്നാലും ഒന്നുകൂടി തോട്ടെ. എൻ്റെ അമ്മോ, എവിടെയോ ഒരു സാമ്യം ഒട്ടും തന്നെ, എനിക്ക് ഒട്ടും സാമ്യം തോന്നുന്നില്ല. ഇത് വിക്രം, ഇതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. യെസ്. നെക്സ്റ്റ് കിഡ്. ഇതാരാ? നല്ല വെടുത്ത് തുടുത്ത കൊച്ചാണ്. ആരായിരിക്കും? ഈ ഒരു മുഖം ഞാൻ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇനി അല്ലു അർജുനോ മറ്റാണോ? ചിലപ്പോൾ സൂര്യ ആവാൻ ചാൻസ് ഉണ്ട്. സൂര്യയുടെ ഒരു ഫേസ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് അല്ലു അർജുൻ ഫിക്സ് ചെയ്യാം. ആള് മാറിപ്പോയി. തല അജിത് കുമാർ ആയിരുന്നു. മച്ചാന്മാരെ, ഇതൊന്നും കണ്ടിട്ട് എന്നെ തെറി വിളിക്കരുത്. ഇത് ചെറുപ്പത്തിലെ ഫോട്ടോയെ കാണുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇവരുടെ ഫാൻസുകാർ വന്നിട്ട് എന്നെ പൊങ്കാലിടരുത്. ഇത് ഉണ്ണി മുകുന്ദൻ. യെസ്, കറക്റ്റ്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം, ഇത് നമ്മുടെ കമലഹാസനാണ്. എവിടേക്കോ കണ്ടു മറന്ന ഒരു ഫേസ് ആണ്. യെസ്, കമലഹാസൻ തന്നെയാണ്. കാരണം കമലഹാസൻ തൻ്റെ ചെറിയ പ്രായം മുതലേ സിനിമയിലുണ്ടായിരുന്ന ഒരു നടനാണ്. അപ്പോൾ എവിടേക്കോ കണ്ടു മറിഞ്ഞ പോലെ നമുക്ക് ഇത് കാണുമ്പോൾ തോന്നും. ഇത് എനിക്ക് തോന്നുന്നത് തമിഴ് നടൻ മാധവനാണെന്നാണ്. കറക്റ്റാണ്. ആ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് അമീർ ഖാനെ പോലെ ഉണ്ട്. ആരാണിത്? യെസ്, ഇത് അമീർ ഖാൻ തന്നെ. യെസ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ് ഫിലിം സ്റ്റാർസ്. ഇനിയും ഒരുപാട് പേരുടെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. ബാക്കിയുള്ളവരുടെ ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതിൽ എത്ര എണ്ണം കിട്ടി, എത്ര എണ്ണം നിങ്ങൾക്ക് ഒട്ടും കിട്ടാതിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലത്തിലെ ഫോട്ടോസൊക്കെ നോക്കി നോക്കുക. നിങ്ങൾ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഇല്ല എന്നൊക്കെ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ കൊറോണേൻ്റെ ഇതിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 4 റാബറ്റിലെ ഗെയിമൊക്കെ ഒന്ന് കളിച്ച് നോക്കുക. ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. എന്തായാലും ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെയല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്.